Hey guys, this is Best Car Picks. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള ടോപ്പ് 15 SUVs ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മുടെ ടോപ്പ് 10 കാർസും അതുപോലെ ബാക്കിയുള്ള കമ്പനികളുടെ സെയിൽസും എല്ലാം നോക്കി. ഇനിയിപ്പോൾ പതുക്കെ നമുക്ക് ബാക്കിയുള്ള സെയിൽസും കൂടെ നോക്കാം. എന്തായാലും നമ്മുടെ 15th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ എക്സ്റ്റർ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 5612 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഇയർ ഓൺ ഇയർ ബേസിലാണ് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2024 ഡിസംബറിൽ 5270 വാഹനങ്ങൾ സെയിലായിരുന്നതിന് കിട്ടിയത്. വലിയ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് 342 വാഹനങ്ങളുടെ വ്യത്യാസവും 6.49% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. അധികം ഗ്രോത്ത് പെർസെൻറ്റേജ് ഇല്ല, പക്ഷെ എന്നാൽ ഇതിലും താഴെ ഗ്രോത്ത് ഉള്ള വേറെ ഒരുപാട് കമ്പനികളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ ലിസ്റ്റിൽ ഒറ്റ വണ്ടിക്കും ഡീഗ്രോത്ത് ഇല്ല, എല്ലാത്തിനും ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. എനിവേ, നമ്മുടെ ഇനി അടുത്ത 14th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ വിക്ടോറസ് ആണ്. ഈ വണ്ടി ഇറങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല, ജസ്റ്റ് 2-3 മാസത്തെ സെയിൽ ഇതുവരെ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ മാസം പക്ഷേ 6210 വണ്ടികളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനീഷ്യലി ഇറങ്ങിയ മാസം 3000-4000 എന്തോ ആയിരുന്നു. അത് പക്ഷേ സ്റ്റാർട്ടിങ്ങിനാണെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ നവംബറിലോട്ട് ചാടിയപ്പോഴേക്കും 13,000-അടുത്തേക്ക് അതിന് സെയിൽ വന്നായിരുന്നു. ഡിസംബറിൽ 6,000-അടുത്തോട്ട് പോയി. നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അല്ല, പക്ഷേ നമുക്കൊന്നും പറയാനും പറ്റില്ല. കാരണം ഇതിപ്പം മാസാവസാനം വർഷാവസാനമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ കുറച്ചായിരിക്കും എന്നൊക്കെ പറയാം. ഇത് മാത്രമല്ല, ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന 3 വണ്ടികളുടെയും സെയിൽ കഴിഞ്ഞ മാസം കുറച്ച് കുറവാണ്. നമുക്കിനി അടുത്ത 13th പൊസിഷനിൽ നിൽക്കുന്ന ഹൈറൈഡർ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 7022 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഇത് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയും. ചില മാസങ്ങൾ, അതായത് 2024 അല്ലെങ്കിൽ 25ൻ്റെ കുറച്ച് സമയങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 5000-അടുത്തൊക്കെ അതിന് സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 2024 ഡിസംബറിൽ 4770 വണ്ടികളുടെ സെയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 2252 വാഹനങ്ങളുടെ വ്യത്യാസവും 47.21% ഗ്രോത്ത് പെർസെൻറ്റേജും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹൈറൈഡറിന് വന്നിട്ടുണ്ട്. പക്ഷേ ഓവറോൾ ചെറിയൊരു ഡീഗ്രോത്ത് നമുക്ക് മന്ത് ഓൺ മന്തിൽ വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ കേസ് എടുക്കുകയാണെങ്കിൽ സിമിലർ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 8597 വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 7093 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഡിസംബറിൽ ഈ വാഹനത്തിന് കിട്ടിയിരുന്നത്. അഗൈൻ 1504 വാഹനങ്ങളുടെ വ്യത്യാസവും 21.2% ഗ്രോത്ത് റേറ്റും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. സോ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ വിക്ടോർസും ഗ്രാൻഡ് വിറ്റാരും രണ്ടും 10,000-ന് താഴെയായിട്ടാണ് കഴിഞ്ഞ മാസം വിറ്റിരിക്കുന്നത്. ഹൈറൈഡറിനും 10,000-ന് താഴെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിലും ഏകദേശം ഒരു 21,000-അടുത്തൊക്കെയാണ് ടോട്ടൽ സെയിൽ വരുന്നത്. അത് അത്യാവശ്യം ഡീസൻ്റ് ആണ്. ഇനി നമ്മുടെ അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ താറും താർ റോക്സും ആണ്. താർ റോക്സിൽ ഇപ്പോൾ ചെറിയൊരു ടീസറൊക്കെ വന്നിട്ടുണ്ട്. മിക്കവാറും സ്പെഷ്യൽ എഡിഷനൊക്കെ ആയിട്ട് അവർ ഇനിയിപ്പോൾ ഈ അടുത്ത് തന്നെ ഇറക്കുമായിരിക്കും. സെയിൽ എന്തായാലും കുറഞ്ഞിട്ടൊന്നുമില്ല. കഴിഞ്ഞ മാസം 9339 വാഹനങ്ങൾ സെയിൽ താറിൻ്റെ അതായത് 3 ഡോറും 5 ഡോറും രണ്ടിനും കൂടെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ 7659 വണ്ടികൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 1680 വണ്ടികളുടെ വ്യത്യാസവും 21.93% ഗ്രോത്ത് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. അഗെയിൻ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസവും നല്ല സെയിലും വന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയയുടെ സോണറ്റ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 9418 വാഹനങ്ങൾ സെയിലാണ് വന്നിരിക്കുന്നത്. സെൽറ്റോസ് ഇപ്പോൾ പുതിയ ജനറേഷൻ ഇറക്കാനുള്ളത് കൊണ്ട് തന്നെ അവർ കഴിഞ്ഞ വർഷം സെയിലൊന്ന് പിടിച്ചു. ഡിസംബറിൽ സെയിൽ നന്നായിട്ടൊന്ന് പിടിച്ചു. അതുകൊണ്ട് തന്നെ സോണറ്റിന് മാത്രമേ ഇത്രയും വന്നിട്ടുള്ളൂ. സെൽറ്റോസ് ഈ ലിസ്റ്റിൽ പോലും ഇല്ല. ഏതായാലും 9418 എന്ന് പറയുന്ന സോണറ്റിന് നല്ലൊരു സെയിലാണ്. കഴിഞ്ഞ വർഷം പക്ഷേ ഇതിന് ജസ്റ്റ് 3337 വാഹനങ്ങൾ സെയിലേ ഈ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം ആക്ച്വലി കിയ വർഷാവസാനമായപ്പോഴേക്കും, അതായത് ഡിസംബർ എൻഡിൽ സെയിൽ നന്നായിട്ട് കുറച്ചായിരുന്നു എല്ലാ വണ്ടികളുടെ. ഇവിടെ പക്ഷെ നമുക്ക് 6081 വണ്ടികളുടെ വ്യത്യാസവും 182.23% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് ഈ വണ്ടിക്ക് തന്നെയാണ്. ഇനി നമ്മുടെ 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ XUV3X ആണ്. ഇതിന് കഴിഞ്ഞ മാസം സെയിൽ അങ്ങനെ അധികം കുറഞ്ഞിട്ടൊന്നുമില്ല. 9422 വാഹനങ്ങൾ സെയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ കറക്റ്റ് 7000 വണ്ടികൾ സെയിലായിരുന്നു കിട്ടിയത്. 2422 വാഹനങ്ങളുടെ വ്യത്യാസവും 34.6% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഗ്രോത്ത് റേറ്റ് അത്യാവശ്യം ഡീസൻ്റ് ആണ്. ആൻഡ് സെയിൽ എടുക്കുകയാണെങ്കിലും പൊതുവേ ഇതിന് ഏകദേശം 10,000 റേഞ്ചിലാണ് വരാറുള്ളത്. അതുകൊണ്ട് നമുക്ക് അഗൈൻ കുറ്റം പറയാൻ പറ്റില്ല, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സെയിലാണ്. ഇനി 8th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. ഇതിൻ്റെ ജനറേഷൻ അപ്ഡേറ്റ് വന്നപ്പോൾ തൊട്ട് സെയിൽ കൂടിയെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. 10,322 വണ്ടികൾ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ 10,265 വണ്ടികൾ സെയിലായിരുന്നു കിട്ടിയത്. പീക്ക് കൺസിസ്റ്റൻസി ആണ്. ജസ്റ്റ് 57 വണ്ടികളുടെ വ്യത്യാസവും 0.56% ഗ്രോത്ത് റേറ്റേ ഉള്ളൂ. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയും ഇത് തന്നെയാണ്. ഇനി ഏകദേശം ഒരു 2% അടുത്തുള്ള വേറൊരു വണ്ടിയും കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് അധികം വേഗത മനസ്സിലാവും. എന്തായാലും ഈ വണ്ടിക്ക് ജനറേഷൻ അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴും സെയിൽ ഇത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ
മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു രീതിയിൽ പറയാം. ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ മഹീന്ദ്രയുടെ ബൊലേറോ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 10,611 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ 5,921 വണ്ടികളുടെ സെയിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 4,690 വാഹനങ്ങളുടെ വ്യത്യാസവും 79.21% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ നമ്മുടെ മൂന്നാമത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനമാണ് മഹീന്ദ്രയുടെ ബൊലേറോ സീരീസിലുള്ള 2 വണ്ടികൾ. ഇതിനകത്ത് ബൊലേറോ നിയോ ഉണ്ട്, ക്ലാസിക് ഉണ്ട്. രണ്ടിനും കൂടെ കമ്പൈൻഡ് സെയിലാണ് മഹീന്ദ്ര എപ്പോഴും പറയാറുള്ളത്. ഇനി നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ ക്രെറ്റ ആണ്. ഞാൻ ടോപ്പ് 10 വണ്ടികളുടെ വീഡിയോ ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ക്രെറ്റ എവിടെ പോയെന്നായിരുന്നു. എവിടെയും പോയിട്ടില്ല, എൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ 13,154 വാഹനങ്ങൾ സെയിൽ മാത്രമേ കഴിഞ്ഞ മാസം കിട്ടിയുള്ളൂ എന്ന് മാത്രം. അതിന് മുന്നത്തെ മാസങ്ങളിലൊക്കെ 17,000 18,000 ആ റേഞ്ചിലൊക്കെ വെച്ചാണ് അതിന് സെയിൽ വന്നുകൊണ്ടിരുന്നത്. ഡിസംബർ ആയപ്പോഴേക്കും ഇത്തിരി കുറഞ്ഞു. ഏതായാലും കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇതിലും കുറവായിരുന്നു. 12,608 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 546 വാഹനങ്ങളുടെ വ്യത്യാസവും 4.33% ഗ്രോത്ത് റേറ്റും ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ടോപ്പ് 5 കയറി. സോ ഇവിടെ 5th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ സ്കോർപിയോ എന്നും ക്ലാസിക് രണ്ടും കൂടെയാണ്. 15,885 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ 12,195 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. അതായത് 3,690 വാഹനങ്ങളുടെ വ്യത്യാസവും 30.26% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അഗൈൻ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. സെയിൽ പിന്നെ പറയണ്ടല്ലോ, 15,000 മുകളിൽ വളരെ നല്ല സെയിൽ തന്നെയാണ് ഈ വണ്ടിക്ക്. നമ്മുടെ അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ പഞ്ച് EV ആണ്. പഞ്ച് ഇപ്പോൾ പുതിയ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഡിസംബറിൽ അങ്ങനെ സെയിൽ കുറഞ്ഞിട്ടൊന്നുമില്ല. 15,980 വണ്ടികളുടെ സെയിൽ കഴിഞ്ഞ മാസം വന്നിട്ടുണ്ട്. ഇനി കഴിഞ്ഞ വർഷം ഡിസംബറിലാണെങ്കിലും 15,073 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. 907 വാഹനങ്ങളുടെ വ്യത്യാസം 6.02% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ 4.33% ഉണ്ടായിരുന്നു. സോ മൂന്നാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന അതിനാണ്. നാലാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന പഞ്ചിനാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മുടെ അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി ബ്രസയാണ്. ഇതിന് കഴിഞ്ഞ മാസം 17,704 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ 17,336 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 368 വാഹനങ്ങളുടെ വ്യത്യാസവും 2.12% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അഗെയിൻ അത്യാവശ്യം നല്ല കൺസിസ്റ്റൻറ്റ് സെയിലാണെന്ന് തന്നെ പറയാം. ഇത്രയും ഹൈ വോളിയം സെയിൽസിലെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും അത്യാവശ്യം നല്ല പാടാണ്. ഈ ലിസ്റ്റിൽ ഏതായാലും രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയും ബ്രസയാണ്. ഏറ്റവും കുറവ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ വെന്യൂ ആയിരുന്നു. ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം നമ്മുടെ ടാറ്റയുടെ നെക്സോൺ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 19,375 വണ്ടികളുടെ സെയിൽ വന്നിട്ടുണ്ട്. ഇത് ഒരു രീതിയിൽ മോശമല്ല, പക്ഷെ എന്നാലും അതിന് മുന്നത്തെ 3 മാസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് 22,000 മുകളിൽ സെയിൽ വന്നുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. ഡിസംബർ ആയപ്പോഴേക്കും ഒരു ഇത്തിരി കുറഞ്ഞു. ബട്ട് സ്റ്റിൽ അത്ര കുറവൊന്നുമല്ല. 19,000 എന്ന് പറയുന്നത് അഗൈൻ ഞാൻ വീണ്ടും പറയുന്നു, ഒരിക്കലും ഒരു മോശം സെയിലല്ല. കഴിഞ്ഞ വർഷം ഡിസംബറിൽ 13,536 വണ്ടികൾ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 5,839 വണ്ടികളുടെ വ്യത്യാസവും 43.14% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ഗ്രോത്ത് തന്നെയാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. 20,706 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം വന്നിരിക്കുന്നത്. ഇതിൻ്റെ സെയിൽ അത്യാവശ്യം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതിന് മുന്നത്തെ മാസങ്ങളിലൊക്കെ 14,000 15,000 വരെയൊക്കെയായിരുന്നു മാക്സിമം കിട്ടിക്കൊണ്ടിരുന്നത്. ഏതായാലും കഴിഞ്ഞ മാസം 20,000 മുകളിലുണ്ട്. കഴിഞ്ഞ വർഷം 10,752 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 9,954 വാഹനങ്ങളുടെ വ്യത്യാസവും 92.58% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി ഫ്രോങ്സ് ആണ്. സോ ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 15 SUVസിൻ്റെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.